അപ്പൊ വീണ്ടും നമ്മൾ മൂന്നുപേരും തന്നെയുള്ളൂ. ക്രിസ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ക്രിസ് അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും എന്തായാലും ഉണ്ടാവും. നമ്മള് നെക്സ്റ്റ് FA കപ്പ് മാച്ചിന്റെ റിവ്യൂ കഴിഞ്ഞാൽ ക്രിസ് തിരിച്ചെത്തും. അതുപോലെ അജ്മൽ കുറച്ചു ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അജ്മലും അത് കഴിഞ്ഞാൽ തിരിച്ചെത്തും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ മൂന്നുപേരെ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള റിസൾട്ട് പെർഫോമൻസും നല്ല റിസൾട്ട് ആയിട്ടുള്ള സന്ദർലാൻഡ് എവേ മാച്ച് നമ്മൾ 0-1 നമ്മൾ ജയിച്ചു, അടിച്ചു പൊളിച്ച് ജയിച്ചു. സന്ദർലൻഡ് എന്ന് പറഞ്ഞാൽ സന്ദർലൻഡിന്റെ ഹോം മാച്ച് എന്ന് പറഞ്ഞാൽ അവര് 2017 ശേഷം പ്രീമിയർ ലീഗിൽ അവിടെ തോറ്റിട്ടില്ല. ആദ്യം കുറച്ചു കാലം പ്രീമിയർ ലീഗ് ഉണ്ടായില്ല, ശരിയാണ്, ചാമ്പ്യൻഷിപ്പിലൊക്കെ ആയിരുന്നു. എന്നാലും സ്റ്റാറ്റ് നോക്കുമ്പോൾ 2017 മുതലൊരു 9 വർഷം അതിന്റെ ഇടയിൽ അവർ ഹോമിൽ തോറ്റിട്ടില്ല. മാത്രമല്ല നമുക്കറിയാം ഈ സീസണിൽ സന്ദർലാൻഡ് ഹോമിൽ നല്ല കിടിലൻ കളിയാണ്. നല്ല കട്ടക്ക് നിൽക്കുന്ന ടീമുകളുടെ എതിരെ പോലും അവര് തോക്കാതിരുന്നിട്ട് ഡ്രോ പിടിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലത് ജയിച്ചിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മള് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതായത് സൺറൈസിന്റെ ഒക്കെ ലോങ് ത്രോസ് ഒക്കെ നമ്മൾ കണ്ടത്, അവര് ലോങ് ത്രോ ആയാലും സെറ്റ് പീസ് ആയാലും കോർണറുകളിലൊക്കെ നല്ല കട്ടക്ക് നിൽക്കും. ഫിസിക്കലാണ്, നല്ല ഫിസിക്കലാണ് അവരുടെ ഡിഫൻസ്, നല്ല പ്രസ്സാണ്. റെലഗേഷൻ അല്ല പ്രൊമോട്ട് ചെയ്ത് വന്ന ക്ലബാണെങ്കിൽ കൂടി നന്നായിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ തുടക്കം മുതൽ പറയണം, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ടീമിന്റെ അടുത്ത് നമ്മൾ അവിടെ പോയിട്ട് ഒരു ഗോള് പോലും കൺസീഡ് ചെയ്യാതെ 0-1 എന്നുള്ള സ്കോറിന് ഒരു ഗോൾ അടിച്ച്, അത് സെറ്റ് പീസ് ഗോൾ, അതും സെറ്റ് പീസ് നന്നായിട്ട് കളിക്കുന്ന ടീമിന്റെ അടുത്ത് സെറ്റ് പീസ് ഗോൾ അടിച്ചിട്ട് നമ്മൾ ജയിച്ചു. അങ്ങനെ ഒരു റിസൾട്ടിന് ശേഷമാണ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് വൈകി പോയിട്ടോ, ഞങ്ങൾ ആക്ച്വലി റിസൾട്ട് കഴിഞ്ഞ് മാച്ച് കഴിഞ്ഞ് ഉടനെ വരേണ്ടതാണ്. പക്ഷെ എന്താ നമുക്കറിയാലോ, നമ്മള് ആ മാച്ച് കഴിഞ്ഞപ്പോ 3:45 വെളുപ്പിന് 3:45 4 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടില്ല പലരും. അങ്ങനെയാണ് ഉറക്കം തൂങ്ങിയൊക്കെയാണ്. ഗണേശിന് പിന്നെ സുഖമായിരുന്നു, ക്ലാസ് ഒക്കെ തീർന്ന് എക്സാം ഒക്കെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന പണിയൊക്കെയായിരുന്നു എന്ന് തോന്നുന്നു. ഗണേശ് അവിടെ പോയിട്ട് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഇട്ടോടുന്നു, പിള്ളേരൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പോഴേ ആക്ച്വലി ടൈം കിട്ടിയുള്ളൂ വരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളറിയാലോ 3 പേരെ ഇപ്പൊ അവൈലബിൾ ഉള്ളൂ. എല്ലാവരും അവൈലബിൾ ആയി വന്ന സമയത്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ആദ്യം പറയേണ്ട നമ്മുടെ ടോപ്പ് 4 ചാൻസിന്റെ ഒരു കാര്യങ്ങൾ, അതാണ് നമ്മളെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം. ടോപ്പ് 4 ചാൻസസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ഫീൽ ചെയ്യണത് നമ്മുടെ റിസൾട്ട് വെച്ചിട്ട്? ആക്ച്വലി റിസൾട്ട് വൈസ് നമുക്ക് ഈ ഒരു എൻറ്റയർ വീക്ക് നല്ലതായിരുന്നു. സിറ്റി അല്ല, ചെൽസി ഡ്രോപ്പ് ചെയ്തു, എവർട്ടൺ ഡ്രോപ്പ് ചെയ്തു, ബ്രെൻഫോർഡ് ഡ്രോപ്പ് ചെയ്തു, യുണൈറ്റഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. സോ ബേസിക്കലി നമ്മുടെ ചുറ്റുമുള്ളത് മേലെയുള്ള 2 ടീമായാലും താഴെയുള്ള 2 ടീമായാലും എല്ലാവരും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം, നമ്മൾ മാത്രം അത് 3 പോയിന്റ് എടുക്കുന്നു, ഒരു മാർജിൻ നമ്മളുടെ താഴെയുള്ളവരുടെ ഒരു മാർജിൻ എക്സ്ട്രാ വെക്കുന്നു, മേലുള്ളവരുടെ മാർജിൻ കുറയ്ക്കുന്നു. ഇപ്പോഴത്തെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഇൻ ടോപ്പ് 5 കണ്ടൻഷൻ അഗെയിൻ. ചെൽസി ആയിട്ട് 2 പോയിന്റും യുണൈറ്റഡ് ആയിട്ട് 3 പോയിന്റ് ബാക്കിലിട്ടാണ് എങ്ങനെയുള്ളൂ ഇപ്പോൾ. സോ നല്ലൊരു ഗെയിം വീക്ക് ആയിരുന്നു. നമ്മളെ റിസൾട്ട് മാത്രമല്ല, എൻറ്റയർ നമ്മുടെ ടോപ്പ് 4 കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ആ 4 to അല്ലെങ്കിൽ 3 to 8 പൊസിഷൻസ് ഉള്ള ഒരു കോമ്പറ്റീഷൻ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിന് വരെ നല്ല റിസൾട്ട് ആയിരുന്നു ഈ ഒരു വീക്ക്. സോ ഇവന്റ്ഫുൾ വീക്ക്. പെർഫോമൻസ് വൈസ് ആക്ച്വലി നമ്മളിപ്പം സ്ലോട്ട് തന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ 4 മാസത്തത് വെച്ച് നോക്കുമ്പോൾ അല്ല, കഴിഞ്ഞ 4 മാസത്തിന് മുന്നേ വരെയുള്ള പെർഫോമൻസ് വേഴ്സസ് ഇപ്പോഴുള്ള പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആലിസണും പറയുന്നുണ്ടായിരുന്നു സെയിം തിങ്. വി സ്റ്റാർട്ടഡ് വെരി പുവർലി ദിസ് സീസൺ, പക്ഷെ ഇപ്പം ഐ ക്യാൻ സീ ഇംപ്രൂവ്മെന്റ്സ്. റിസൾട്ട്സ് അതിനനുസരിച്ച് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിലും there are a lot of games where we feel confident enough എന്നുള്ളത്. സോ ഹോപ്പ്ഫുള്ളി അടുത്തൊരു 14-15 റൺ ഇൻക്ലൂഡിങ് ചാമ്പ്യൻസ് ലീഗ് 15-16 ഗെയിം എങ്ങാനും ഉണ്ടാവുമല്ലേ, എല്ലാം കൂടി ലെറ്റ്സ് മേക്ക് ഇറ്റ് വണ്ടർഫുൾ. എന്താണ് ഗണേഷ്? ഗെയിം നല്ല ഗെയിമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സാധാരണ ഗതിയിൽ BBD ആണ് മര്യാദയ്ക്ക് കളിക്കുക. അപ്പോൾ അതിന് പുറമെ ബൊനാറ്റയായിരുന്നു നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അത് നല്ലൊരു പോസിറ്റീവ് ആണ് അടുത്ത്. അതായത് ഈ സിറ്റുവേഷനിലുള്ളപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ടീമും തോറ്റും ഡ്രോവും ഒക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളൊരു മാച്ച്, അതും എവേ മാച്ച് ജയിക്കുകയാണ്, നല്ലൊരു ഹോം റെക്കോർഡുള്ള ടീമിന്റെ അടുത്ത് എവേ മാച്ച് ജയിക്കുകയാണ്, ഭയങ്കര ഒരു പോസിറ്റീവ്
സിറ്റുവേഷൻ ആണ്. മാനേജർക്ക് മാത്രമല്ല ടീമിനും നല്ലൊരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ്. ഗിവൺ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, വേർഡ്സ് അടിപൊളി കളിയായിരുന്നു. നമുക്ക് കുറെ ചാൻസ് കിട്ടി. എന്തിന് എക്കിടിക്ക് ലാസ്റ്റ് മാച്ച് മിസ് ചെയ്ത് അതേപോലെ ഒരു ചാൻസ് കിട്ടി, അതേ സെയിം ഹെഡർ ഈ കളിയും മിസ് ചെയ്തു. സോ അങ്ങനെ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അത് ആക്ച്വലി മുമ്പത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ചാൻസ് ക്രിയേഷൻ ഉണ്ട്, കൺവേർഷൻ കുറഞ്ഞു മാത്രം. സോ കൺവേർഷനിൽ കൂടുതൽ എന്താ പറയാ ഫോക്കസ് ചെയ്തിട്ട് വേണം കളിക്കാനായിട്ട്. അതിനു പുറമെ സെറ്റ് പീസ് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സാറുടെ കോർണേഴ്സ് ഒക്കെ നന്നായിരുന്നു. കൗണ്ടേഴ്സ് ഉണ്ട്. ആകെ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഗാക്പോനെ വേണമെങ്കിൽ പറയാം. ഗാക്പോ എന്താണ് ആളുടെ റോൾ അറിയാതെ അങ്ങനെ മാറി നിൽക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ടച്ചൊക്കെ ലോങ് ആവുക, അങ്ങനെ കുറെ മൈനർ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ മാറ്റാവുന്നതാണ്. ടീം മര്യാദയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. നമ്മൾ പിന്നെ ചെറിയ മൈനർ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കില്ല. അപ്പോ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. ടോപ്പ് 4 ഹോപ്സ് ആർ ബാക്ക് എന്ന് വേണം പറയാൻ. ബാക്കിയുള്ള ടീം റിസൾട്ട് കാരണം നമ്മൾ കളിക്കുകയാണെങ്കിൽ ഇപ്പോ സണ്ടർലാൻഡിന്റെ കൂടെ കളിച്ച എവേ പെർഫോമൻസ് നമ്മൾ ഹോം മാച്ചിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്ക കളിയും ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. സോ അത് വേണം ചെയ്യാൻ, അങ്ങനെ വേണം ചെയ്യാൻ. അതെ, നമുക്കിനി ഇപ്പൊ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞു പ്ലേയേഴ്സിന്റെ. അപ്പൊ ഈ നമ്മളെ ഈ റിസൾട്ടില് നമ്മൾ ആരും അങ്ങനെ നമ്മൾ ഗോള് കൺസീഡ് ചെയ്യാൻ ജയിക്കും അങ്ങനെ പ്രഡിക്ട് ചെയ്തവരില്ല. ഈ 1-2 അല്ലെങ്കിൽ 1-3 അങ്ങനെയുള്ള സ്കോർ ഡ്രോ വരെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മാച്ചിന്റെ. പക്ഷെ എന്തായാലും ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു, ഹീറോയിക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. നമ്മളറിയാം സോബോസ്ലൈ മിസ്സായി. സോബോസ്ലൈ ഈ മാച്ച് കളിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. സോബോസ്ലൈ ഇല്ലാതെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, റൈറ്റ് ബാക്കിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോ എനിക്ക് ഫീൽ ചെയ്യണത് നമ്മൾ അവിടെ എൻഡോ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചു. എൻഡോ റൈറ്റ് ബാക്ക് ആയിട്ട് നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എൻഡോ അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചേർഡ് ആയി. അത് ഇപ്പോഴും അറിയില്ല അതിന്റെ എക്സ്റ്റെന്റ് എങ്ങനെയാണെന്ന്. വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനപ്പോ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കാര്യം. ഒരു വർഷവും എന്റെ ഒരു 2 മിനിറ്റ് ആ ഇഞ്ചുറി വെച്ചിട്ട് എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊളാപ്സ് ചെയ്തു. അത്രയും ഒരു എഫേർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മാച്ചിലെ അതുവരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ടാക്കിൾസ് ഒക്കെ ചെയ്ത് നിന്നിരുന്ന, നമ്മൾ ഈ FPL കളിക്കണമെന്നവരൊക്കെ അറിയാം, ഡെഫ്കോൺ, ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ, ഡെഫ്കോൺ എന്ന ഷോർട്ട് ഫോമിൽ പറയുന്ന, അതില് ലീഡ് ചെയ്യുന്നത് എൻഡോ ആയിരുന്നു. അപ്പൊ എൻഡോന്റെ പെർഫോമൻസ് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യം. സീനിയർ പ്ലെയർ ഒരു ലീഡറായിട്ട് അവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത്. 2 സല ആ സെറ്റ് പീസ്, അതായത് കോർണർ എടുത്തത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ കളികളിൽ നമ്മൾ ചിലത് കണ്ട പോലെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ചാൻസുകൾ ചിലത് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ സലയുടെ വിങ്ങിൽ നിന്നുള്ള ഒരു ബോക്സിലേക്കുള്ള അത് പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പോഴും. ഈ പറഞ്ഞ പോലെ ഗണേശ് പറഞ്ഞ പോലെ കൊണാറ്റയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയത്. നമ്മളിപ്പോ കോൺട്രാക്ട് ഔട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കഷനിൽ കേൾക്കുന്നുണ്ട്. ഓരോ ന്യൂസുകൾ വന്നു തുടങ്ങി കോൺട്രാക്ടിന്റെ. ജനുവരി കഴിഞ്ഞാൽ അതിങ്ങനെ വന്നു തുടങ്ങുമല്ലോ. അപ്പൊ അതില് ഇപ്പോ കൊണാറ്റയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്യണം എന്ന് തോന്നുക. ഫ്രണ്ട് ഫുട്ടില് നല്ല ഡിഫൻസ് ആണ്. ഫ്രണ്ട് ഫുട്ട് ഡിഫെൻഡിങ് എന്ന് പറയുന്നത് നമ്മളാ ഇയർ യാക്വയുടെ നമ്മുടെ സൈനിങ്, ആള് ഷോൾഡർ ഇഞ്ചുറി ആയല്ലോ. ആളുടെ ഒരു ഹൈലൈറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടപ്പോഴും കൊണാറ്റയുടെ ഒരു അതേ സ്റ്റൈലാണ് അവരുടെ ഡിഫെൻഡിങ്, കയറി ഫ്രണ്ടിലേക്ക് വന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊണാറ്റയും അതിന്റെ പുറകെ ബാക്കപ്പ് ആയിട്ട് യാക്വയും ഒക്കെ വരുന്ന ഒരു നെക്സ്റ്റ് സീസൺ വരുമ്പോൾ അതും നല്ല ഗുണമായിരിക്കും. അത് ആ രീതിയിലാണ് ഇപ്പോ കൊണാട്ടെ. വേറെ ആരുടെയൊക്കെ പെർഫോമൻസ് അങ്ങനെ ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നു? വേർഡ്സിനാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത്. അങ്ങനെയാ വേറെ ആരുടെയൊക്കെ ഇംപ്രസ് ചെയ്തേ പെർഫോമൻസ്? വേർഡ്സ് തന്നെയാണ് ആക്ച്വലി മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാൻ ഡൈക്കും ആക്ച്വലി വാസ് ഗുഡ്. വൺ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് എന്നുള്ളതല്ല, പക്ഷെ റോബർട്ട്സൺ ഐ റിയലി ലൈക്ഡ് ഹിം.
കെർക്കേഴ്സ് ആക്ച്വലി നല്ല പെർഫോമൻസ് ആയിട്ട് കളിച്ച് വരുന്ന ഒരു സമയത്ത് കെർക്കേഴ്സിന്റെ പുറത്ത് ഇരുത്തിയിട്ട് ഒരു ഔട്ട് ഓഫ് ടച്ച് ആയിരിക്കുമല്ലോ റോബർട്ട്സൺ. എപ്പോഴെങ്കിലും വന്ന് കളിക്കുന്നു, പിന്നെ ഒരു 5-6 കളി ബെഞ്ച്, അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും കളിക്കും. ആ ഒരു ഔട്ട് ഓഫ് സിങ്ക് എന്ന സാധനം കണ്ടില്ല. വന്നു ഡയറക്ട്ലി ഞാൻ കുറെ കാലങ്ങളായിട്ട് കളിക്കുന്ന എന്താ പറയാ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൺ അത് ഉണ്ടായിരുന്നു. പല സമയത്തായാലും എന്താ പറയാ ബോക്സിലേക്കൊക്കെ പോകുന്നു. പണ്ടത്തെ റോബോട്ട്സിനാണെങ്കിൽ ഓഫ്കോഴ്സ് ആ ബൈ ലൈനിൽ ഓടുന്നു, ക്രോസ് ചെയ്യുന്നു, ആ ഒരു മോൾഡ് ഉള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഗ്യാക്പോ ഉള്ളിലേക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ഓടുന്നു, ഗ്യാക്പോ എങ്ങാനും വൈഡ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഓടുന്നു. സോ വെൻ ടു ഗോ, വേർ ടു ഗോ എന്നുള്ളത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. ബട്ട് അതൊക്കെ അറിഞ്ഞ് കളിക്കുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു ഹെഡർ വിൻ ചെയ്യാൻ പോയിരുന്നു ലോങ് ബോളിൽ നിന്ന്. ഓൾ ഇൻ ഓൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഡിഫെൻസീവ് ആയാലും ഒഫെൻസീവ് ആയാലും. മറന്നാണ്. അപ്പോ ഗ്യാക്പോ എങ്ങനെ കളിക്കുന്ന റോബർട്ട്സിന് അറിയാം. സോ അറിഞ്ഞ് കളിച്ചതാണ് റോബർട്ട്സ്. അതാണല്ലോ സീനിയോറിറ്റി എന്ന് പറയുന്നത്. സോ നല്ലൊരു ഒരു പൊസിഷൻ മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഈ ചെറുപ്പക്കാരുടെ കൂടെ കളിച്ചിട്ട് റോബർട്ട്സിന്റെ ഈ വൺ ടച്ച് പാസിങ്, അതായത് ഈ ട്രയാങ്കുലർ പാസിങ് എല്ലാം ഇംപ്രൂവ് ആയിട്ടുണ്ട്. അത് ഓൺ ദ ബോൾ ഈ ലുക്സ് ഗുഡ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ടച്ച് ലോങ് ആണ്, സ്ട്രൈഡ് ലോങ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇതിന്റെ കൂടെ ഒക്കെ കളിച്ച് ആ ഒരു ട്രെയിനിങ്, പുതിയ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കളിച്ച് പിള്ളേരുടെ കൂടെ നന്നായിട്ട് ഈ വൺ ടച്ച് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഓൺ ദ ഗെയിം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതായത് ഓബിൻ പറഞ്ഞ പോലെ കുറെ മാച്ച് കളിക്കാതെ നമ്മൾ ഇങ്ങനെ റോബർട്ട്സിനെ എല്ലാ കളിയും കളിപ്പിച്ചിട്ട് സിമിക്കസിനെ കൊണ്ടുവരും. ഒരു മാച്ച് സിമിക്കസ് അഡാപ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ നേരെ മറിച്ച് റോബർട്ട്സൺ കളിച്ചില്ല, പെട്ടെന്ന് ഒരു ഗെയിം കളിക്കാൻ പറഞ്ഞു. റോബർട്ട്സൺ അടിപൊളിയായിട്ട് കളിച്ചു. അപ്പോ സീനിയർ പ്ലെയർ ആകുമ്പോൾ സ്കോട്ട്ലൻഡിന്റെ ക്യാപ്റ്റനുമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലേയേഴ്സ് വിൽ സ്റ്റെപ്പ് അപ്പ്. അതുകൊണ്ട് നല്ല ഗെയിം ആയിരുന്നു. ഗാക്പോന് ഇപ്പോഴും അതേ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് വിങ്ങേഴ്സ് എങ്ങനെയാണ് ഫുൾ ബാക്സിന് ഉപയോഗിക്കുക? ഇപ്പോഴാണ് പാസ് ചെയ്യുക. നമ്മൾ പാസ് ചെയ്യാൻ പ്രഡിക്ട് ചെയ്യുന്ന സമയം പാസ് ചെയ്യില്ല, അല്ലാത്ത സമയം കൊണ്ടുപോയിട്ട് പാസ് ചെയ്യും. ഷൂട്ട് ചെയ്യുന്ന സമയം പാസ് ചെയ്യുക, പാസ് ചെയ്യേണ്ട സമയം ഷൂട്ട് ചെയ്യാൻ നോക്കും. ഒരു ടച്ച് ലോങ് ആക്കി വേർഡ്സിന് കൊടുക്കേണ്ട ബോൾ, അത് നല്ലൊരു കൗണ്ടർ ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പ്രശ്നത്തിലാണ്. ഓൺ ദ കോഴ്സ് ഓഫ് ദ സീസൺ ശരിയാവാൻ സാധ്യതയുണ്ട്. നോക്കാം. നമുക്ക് എന്തായാലും വിങ്ങേഴ്സ് വേണം. അതായത് ഓപ്പണന്റ് മാനിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള വിങ്ങേഴ്സ് എന്തായാലും വേണം, ഉറപ്പായിട്ട് വേണം. സാലയ്ക്കും പറ്റുന്നില്ല, ഗ്യാക്പോയ്ക്കും പറ്റും. എനിക്ക് ഫീൽ ചെയ്തേ നമ്മള് ആക്ച്വലി ഒരു 3-4 ഗോളൊക്കെ അടിക്കേണ്ട കളിയായിരുന്നു. എക്കിറ്റിക്കയുടെ കഴിഞ്ഞ മാച്ചിൽ അതേപോലെ തന്നെ ഒരു ഹെഡർ, സലായുടെ പാസിൽ ഒരു ഹെഡ് ചെയ്ത് പുറത്തേക്ക് പോയത്, അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ മാച്ചിലും ഒരു ഹെഡർ സൈഡിലേക്ക് പോയത്. എന്താ എക്കിറ്റിക്കയുടെ ഫിനിഷിങ്ങിന് പറ്റി എന്തെങ്കിലും വെറി ചെയ്യേണ്ട കാര്യം? അല്ല, ഫിനിഷിങ്ങിനായിരിക്കില്ല, പക്ഷെ കുറെയൊക്കെ ടയർഡ്നെസ് ആയിരിക്കും. റെസ്റ്റ് പോലും ഇല്ലാണ്ട് എല്ലാ 3 ദിവസം വെച്ച് കളിക്കുന്നുണ്ട്. നമ്മളിപ്പം സല കളിക്കുന്നതും അല്ലെങ്കിൽ വാൻഡൈക്ക് കളിക്കുന്നതാണ്. ഇവർക്കൊക്കെ കളിച്ച് ശീലമുണ്ട്. ഇവരെ ഫിറ്റ്നസ് ആ എന്താ പറയാ പീക്ക് ലെവലിലാണ് പണ്ട് മുതൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്കിറ്റിക്കയുടെ ലിവർപൂളിൽ പ്രീമിയർ ലീഗിൽ വന്ന ആ കാലം മുതൽ പറയുന്നതാണ് ഐ ആം നോട്ട് ഏബിൾ ടു പ്ലേ 90 minutes വിത്ത് ദ സെയിം ഇന്റൻസിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഹാലൻഡിന്റെ അവസ്ഥ തന്നെയായിരുന്നു എക്കിറ്റിക്കയിലെ. കളിച്ച് ഹാലൻഡിന്റെ പോലെ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ടയർഡ്നെസ് കാരണം ബ്രേക്ക് ഇല്ലാണ്ട് കളിക്കുന്നത്. ഹാലൻഡിന് ഇറ്റ് ഇസ് മോർ ടയർഡ്, ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടാവായിരിക്കാം. പക്ഷെ അതിലും കൂടുതൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട് ഗാർഡിയോളന്റെ അവസാനത്തെ ഗെയിം കഴിഞ്ഞിട്ടൊരു പ്രസർ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട് സെമന്യോ ഈസ് മൈ ഓൺലി വിങ്ങർ ആൻഡ് ഐ ആം ട്രൈങ് ടു ബ്രിങ് ഹിം ഇൻ ടു ദ ഗെയിം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തത്. അല്ല, അതിനുമുമ്പേ എക്കിറ്റിക്കയുടെ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒറ്റ സെക്കൻഡ് എക്കിറ്റിക്കയുടെ ഇപ്പൊ പറഞ്ഞല്ലോ, എക്കിറ്റിക്കയുടെ ഈ ടയർഡ്നെസിന്റെ അതാണോന്ന്. ഇപ്പൊ ഒരു ന്യൂസ് ഇപ്പൊ വന്നത്, നമ്മളിപ്പോ ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോസ് കണ്ടു. ഇസാക്ക് താടിയൊക്കെ വെച്ചിട്ട് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇസാക്ക് തിരിച്ചു വന്നോണ്ടിരിക്കണ്ടേ. ട്രെയിനിങ് ആയിട്ടുള്ളൂ. അടുത്ത മാസം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാൻ സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും അത് ഇസാക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എക്കിറ്റിക്കയുടെ ലോഡ് കുറയ്ക്കുന്ന ഒരു ഇതായിരിക്കും തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ സാലയുടെ ലോഡ്. എന്താ ഗണേശ് പറയാൻ വന്നത്? ഞാന് പറയാൻ പോയത് നമ്മുടെ ഈ പാനിക് ഡിഫെൻഡിങ്ങിന്റെ കാര്യം മറന്നുപോയി. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ലീഡ് ചെയ്തിട്ട് ഗ്രാവൻബർച്ചിനെ വലിച്ച് CB-യിലേക്ക് കൊണ്ടുവന്നു.
3 at the back 5 at the back കളിക്കാനായിട്ട്. അപ്പൊ 5 കളിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും ഫ്രണ്ടിൽ വേണം. 5-4-1 ഇല്ലെങ്കിൽ 5-3-2 വെച്ച് വേണം കളിക്കാൻ. ഇത് 5 കഴിഞ്ഞിട്ട് വൈഡ് 2 ആണ്. ആ നടുക്ക് ആരുമില്ല, ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. അവന്മാരെ കേറി വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് കാണാം, ആ കയോടെ വന്നു, പിന്നെ വേറെ ഒരു പേര് മറന്നു, അല്ല കയോടെ അല്ല, പേര് റൈറ്റ് ബാക്ക് എന്താ പേര്, എല്ലാരും ഇങ്ങനെ മുറിച്ച് അകത്ത് കയറാം. അതായത് ഗ്രാൻഡ്രിച്ചിന് വലിച്ചുകൊണ്ട് ആ ഒരു അറ്റാക്കർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ കേറി വരുന്നുമില്ല. അപ്പോ ആ ഒരു പാനിക് ഡിഫെൻഡിങ് ഇപ്പോഴും ഉണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും. കാരണം ഇപ്പം ഇപ്പോഴും നമ്മള് സിറ്റി ഗെയിം ആണെങ്കിൽ പോലും, ഇതിന് തൊട്ട് മുന്നത്തെ സിറ്റി ഗെയിമിൽ പോലും നമ്മൾ കണ്ടതാണ്, ലീഡ് എടുക്കുന്നത് വരെ നമ്മൾ ആ സെക്കൻഡ് ഹാഫ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലീഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്ത് ചെയ്യണം, നമ്മളെ സിറ്റ് ബാക്ക് ചെയ്ത് സോക്കപ്പ് ചെയ്യണോ, പറ്റുമോ എന്നുള്ളത് ആ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പം ഈ കഴിഞ്ഞ കളിയിൽ സദീഖിന്റെ മുഖ്യയിലേക്ക് ഓടിക്കേറുന്നത് കണ്ടത്. അത് കുറച്ചു കാലം കൂടി ഉണ്ടാവും. ഒരു സ്ട്രെച്ച് ഓഫ് റൺ, പ്രോബ്ലി 3 or 4 wins in a row ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ആ കോൺഫിഡൻസ് ഒക്കെ ഇത് നമുക്ക് പറ്റുന്നതാണ് എന്നുള്ളൊരു ഫീലിംഗ് വരുമായിരിക്കും. 2-3 ഗോൾ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല. അതാണ് ഈ 1 goal ആകുമ്പോഴാണ് പാനിക് ആയിട്ട് കളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വേറൊരു കാര്യം, നമുക്ക് മറ്റു മാച്ചുകളുടെ അതിലേക്ക് പോവാം. നമ്മളിപ്പോ ഇനിയിപ്പോ അതാണല്ലോ കോൺടാക്ട്. നമ്മൾ ആ സീസൺ തീരാറാവുമ്പോഴേക്കും ആ പൊസിഷനുകളിലേക്കാണ്. ടോപ്പ് 4ന്റെ കാര്യങ്ങള്, ടൈറ്റിൽ ചലഞ്ചിന്റെ കാര്യങ്ങള്, അതിന്റെ ഇടയിൽ കൊഴിഞ്ഞു വീഴുന്ന മാനേജർമാരും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമായിരുന്നു. ഭയങ്കര ഇവന്റ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ മാച്ച് വീക്ക് എന്ന് പറയുന്നത്. അതൊക്കെ അതെന്താ, നമുക്ക് മാനേജർമാരെ കുറിച്ച് സംസാരിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈറ്റിലിന്റെ അതിന് പോവാം. എന്താണ് ഈ മാനേജർമാരെ രണ്ട് ടീമിന്റെ അല്ലെ, രണ്ട് ടീമിന്റെ മാനേജേഴ്സിന്റെ പണി പോയി. ഏതായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെ? തോമസ് ഫ്രാങ്ക് വാസ് സപ്പോസ് ടു. കാരണം നമ്മൾ കുറെ കാലങ്ങളായിട്ട് എല്ലാ പോഡ്കാസ്റ്റിലും നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ട് എപ്പോഴാ പോവാ, ഈ കളി കളിച്ചാൽ ഇത്ര കാലം എന്നുള്ളത്. അത് ഇറ്റ് വാസ് അണ്ടർസ്റ്റാൻഡബിൾ. എന്താ പറയാ, ഒരു കളിയും ജയിക്കാനും പറ്റുന്നില്ല. അല്ലാണ്ട് കളിച്ച കളിയാണെന്നുണ്ടെങ്കിലും മൊമെന്റ്സ് ഉണ്ട് ഹിയർ ആൻഡ് ദെയർ എന്നല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ദാറ്റ് വാസ് മോർ എക്സ്പെക്ടഡ്. ഷോൺ ഡൈഷ് വാസ് സർപ്രൈസിങ്. കാരണം അവര് എത്രത്തോളം എന്താ പറയാ, ഷോൺ ഡൈഷ് വരുമ്പോഴും ഇവർ നന്നായി കളിക്കുന്നുണ്ടായിട്ടില്ലല്ലോ, അത്രയും മോശം കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പച്ച പിടിച്ച് വരുമ്പോ 3 ഡ്രോ, കഴിഞ്ഞ 5 കളിയിൽ 3 ഡ്രോ എങ്ങാനുമായിരുന്നു ഇപ്പൊ ഒരു വിന്നും. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ് ഫോർ എ റെലിഗേഷൻ ബാറ്റ്ലിംഗ് ടീം. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ വൂൾസിനോട് ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞാൽ മിക്കവാറും അത് ഒറ്റ കാരണം കൊണ്ടായിരിക്കും. ഇനി വൂൾസ് പോലും നിങ്ങൾ ജയിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ മാനേജ് ചെയ്യേണ്ടെന്നുള്ള ഒറ്റായിരിക്കും ഇപ്പൊ പറഞ്ഞത്. അതല്ല, അതെ, അവർക്ക് നമ്മുടെ ലിവർപൂളിന്റെ FSGയുടെ പോലെ അവർ അത്ര പക്വത വന്നിട്ടില്ല. അതാണ് അവർക്ക്. നമ്മുടെ വൂൾസിന്റെ അവിടെ ഡ്രോ ആയില്ലോ, എന്നിട്ട് സ്ലോട്ടിനെ വെച്ച് മാനേജ് ചെയ്ത് സ്ലോട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. അത് അവർക്ക് അത്ര ഒരു ക്ഷമയില്ല. അതാണ് അല്ലെ. എനിവേ, മറ്റേ ഗണേശൻ തോമസ് മനസ്സിലായില്ലേ? അല്ല, പ്രശ്നമൊന്നുമില്ല. ഈ ഷോണ്ടേസ് ആണോ തോമസ് ഫ്രാങ്ക് ആണോ? അതെ, തോമസ് ഫ്രാങ്ക് എന്നേ പോകുന്നു. തോമസ് ഫ്രാങ്കിനെ അറിയാം, രണ്ടുപേരും ഡിസേർവിംഗ് ആയി. തോമസ് ഫ്രാങ്കിനെ അറിയാം എപ്പോ വേണമെങ്കിൽ പണി പോകുന്നു. ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി പ്ലേയേഴ്സ് ഇഞ്ചുറി ലിസ്റ്റിലുണ്ട്. പിന്നെ റൊമേറോനെ പോലെ എടുത്തു ചാടി ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് കളിപ്പിക്കാൻ കുറച്ച് മണ്ടത്തരം കാണിക്കുന്ന ഡിഫൻഡേഴ്സിനൊക്കെ വെച്ച് എങ്ങനെ കളിക്കണം? മണ്ടത്തരം ഇൻ ദ സെൻസ്, നമ്മള് അർജന്റീന ഫാനാണ്, അർജന്റീന കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അമ്മാതിരി അഗ്രസീവ് ഇത് ചാടിക്കറി പ്രീമിയർ ലീഗിൽ കളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ അങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ മാനേജർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീം തോൽക്കും, മാനേജറിന് ഇവൻച്വലി പ്രഷർ വരും. അപ്പോൾ പ്ലേയേഴ്സ് കാരണമാണ് നല്ലൊരു മാനേജർ അവർക്ക് കിട്ടാതെ പോയത്. സോ പ്ലേയേഴ്സ് ഒരുപാട് പേര് ഇഞ്ചുറി ലിസ്റ്റിലുണ്ട്. പ്ലസ് ഈ ഇൻഡിവിജ്വൽ എറേഴ്സ്, അത് കാരണം മാച്ച് തോൽക്കുക അല്ലെങ്കിൽ ഡ്രോ ആവുക. പിന്നെ പുതിയ പ്ലേയേഴ്സ് ഇപ്പോഴും സെറ്റിൽ ആയിട്ടില്ല. കൊളോമുവാനി ആവട്ടെ, ഷാവി സിമോൺസ് ആവട്ടെ,
സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്ക് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും. സോ എപ്പോ വേണമെങ്കിലും സാക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് മൂപ്പരും മാനേജ് ചെയ്തുകൊണ്ട് നടന്നത്. അത് ഒരു ദിവസം നടന്നു എന്ന് മാത്രം. ഷോൺ ഡൈസ് ഒന്നും പറയാനായിട്ടില്ല. അത് ആള് മര്യാദയ്ക്ക് കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സാക്ക് ചെയ്തത്. ഇപ്പൊ അബിൻ പറഞ്ഞ പോലെ വോൾസിന്റെ കൂടെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൾക്ക് പണിയറിയില്ല എന്നുള്ളൊരു രീതിയിൽ വേണമെങ്കിൽ സാക്ക് ചെയ്യാൻ. അതൊരു റീസൺ ആവാം. അതെ അതെ, എന്തായാലും സ്പേഴ്സിന്റെ അവസ്ഥ ഭയങ്കര ദയനീയാണ്. അവര് ഇപ്പോ റിലേഗേഷൻ പ്ലേസിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണെങ്കിൽ ലീഡ്സ് നന്നായിട്ട് പെർഫോം ചെയ്യണു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നന്നായിട്ട് ഒരു ഡ്രോ ഒക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നാലും അവര് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ കയറി വരാൻ പാകത്തിന് അവര് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ കുറച്ചുകൂടി പ്രശ്നമായി അവര് വന്നിട്ടുള്ള മാറ്റം. അപ്പോ അതൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് ടീംസും റെലഗേഷന്റെ ഭീഷണിയിലാണ്. അതുകൊണ്ടാണ് മാനേജർമാർക്ക് പണി പോയതെന്ന് തോന്നും. പിന്നെ മാത്രമല്ല, തോമസ് ഫ്രാങ്കിന്റെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസുകളിലൊക്കെ അതിന്റെ ഒരു സൂചന ഉണ്ടായിരുന്നു, ഇപ്പൊ സാക്ക് ആവും എന്നുള്ളത്. കാരണം അവര് അവിടുത്തെ ആ സെറ്റപ്പിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയില് പോസ്റ്റഗ്ലൂവിന്റെ ഒരു ഏതിലാന്ന് മനസ്സിലായില്ല, ഏത് പോഡ്കാസ്റ്റ് ആയിരുന്നു അതിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഗാരി നെവിലിന്റെ പോഡ്കാസ്റ്റില് അവിടുത്തെ ടോട്ടനാമിന്റെ സെറ്റപ്പിന്റെ ഒരു കാര്യം, അവിടെ അവർ ഉദ്ദേശിച്ച പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റും. അതായത് ആ ക്ലബ്ബ് ഒരു ലെവലിൽ നിന്ന് ആ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ശ്രമം അവർ ചെയ്യുന്നില്ല. മറ്റും സ്റ്റേഡിയത്തിന്റെ കാര്യം ഇതൊക്കെ ഭംഗിയാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പ്ലെയർ വേജസിന്റെ കാര്യത്തിൽ അവര് ഇപ്പോഴും ആ ഒരു വിഷൻ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് കാരണം നല്ല പ്ലേയേഴ്സിനെ പലരെയും മിസ്സാക്കിയിട്ട് അവർ ടീനേജേഴ്സിനെ ഒക്കെ സൈൻ ചെയ്ത് വരുന്ന, കാരണം ഫ്യൂച്ചറിൽ സെല്ല് ചെയ്ത് പൈസ എടുക്കാനുള്ള കാര്യം, ആ മെന്റാലിറ്റിയാണ് ഇപ്പോഴും സ്പേഴ്സിനുള്ളത് എന്നുള്ളതാണ് അവിടെ പോകുന്നത്. അപ്പൊ അവിടെ ഏത് മാനേജർ ചെന്നാലും ഈ പ്രശ്നങ്ങള് അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫീൽ ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മറ്റു മാനേജർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നമുക്കറിയാം, അവിടുത്തെ മാനേജറെ എല്ലാം സാക്ക് ചെയ്യണ്ടേ, ഓണറെ സാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അവരുടെ അവസ്ഥ. മൂപ്പര് രാവിലെ എണീറ്റ് ഇന്ന് എന്താണോ മൂഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഒന്നുമില്ല. അതെ അതെ അതെ. ഇനിയിപ്പോ അടുത്തത് ആരായിരിക്കും സാക്ക് ആവുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ഇനിയിപ്പോ തൽക്കാലം ഈ സീസണിൽ ആർക്കാ അതെ അതെ, അല്ല ഞാൻ പറയണത് ഇതൊക്കെ ഈ അടുത്ത സാക്കൊക്കെ ഇനി കുറച്ചുകൂടി സീസൺ കഴിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സീസൺ കഴിയുന്ന സമയം നമുക്ക് വേറൊരു മാനേജറും കൂടി സാക്കാവോ എന്ന് എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. ഇപ്പോ അവരെല്ലാം ഫസ്റ്റ് ആണ് ടേബിളില്. ആർസണലിന്റെ ആർട്ടേറ്റ ലീഗ് അടിക്കുവോ? ആർട്ടേറ്റ കുറച്ച് കളികളായിട്ട് ആ തിരിച്ച ബോട്ടിലിംഗ് ഫോമിലേക്ക് തിരിച്ചെത്തിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? ആർസണൽ ഫാൻസ് കാണുന്നവരുണ്ടാവും. ഞാൻ ഇപ്പോഴും ആർസണലിൽ തന്നെ ടൈറ്റിൽ അടിക്കുന്നതാണ് ഞാൻ പറയണത്. പക്ഷെ സൂചനകൾ കാണുന്നത് അങ്ങനെയല്ല അല്ലെ? ഇപ്പോ പോയിന്റ്സ് ഡിഫറൻസ് 4 പോയിന്റ് ആയിട്ട് മാറി. സിറ്റി ആയിട്ട് മാച്ച് വരുന്നുണ്ട്, 6 പോയിന്റർ മാച്ച്. ആർസണലിന്റെ ഫോം പ്രശ്നമായി തുടങ്ങി. സെറ്റ് പീസിൽ ആർസണലിൽ എന്തൊരു ഗോൾ അടിക്കുന്നുണ്ട്. ഗബ്രിയേൽ കളിച്ചിട്ടും അവർക്ക് രക്ഷ വരുന്നില്ല ഡിഫൻസില്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ബുൾസ് ആണെങ്കിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യണ ഒരു സമയം അവരായിട്ടുള്ള ഒരു മാച്ചും കൂടി വരുന്നുണ്ട് ഈ മാച്ച് വീക്ക് തന്നെ. എന്താണ് ആർസണലിൽ ബോട്ടിൽ ചെയ്യണോ? സിറ്റി ആണെങ്കിൽ നല്ല സ്കോറിന് അവര് ജയിക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ കൂടെ ജയിച്ചോടുകൂടി അവർക്ക് കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടിയെന്നുള്ളൂ. എന്തായാലും എന്താണ് ഫീൽ ചെയ്യണ? സിറ്റി അവര് റിപ്പീറ്റ് ചെയ്യോ ഇതിനു മുമ്പൊക്കെ ചെയ്ത പോലെ? സിറ്റി ഒരു അവര് തുടങ്ങിയ പിന്നെ ആ ഒരു റണ്ണിൽ അങ്ങനെ തന്നെ പോകും. പക്ഷെ എന്നാലും ഒരു 4-5 കളി അടുപ്പിച്ച് കളി ജയിക്കുകയാണെന്ന് ആർസണൽ നല്ല ചാൻസ് ഉണ്ട് പ്രശ്നം വരായിരുന്നു. കാരണം ഇന്നലത്തെ ഗെയിം ബ്രെൻഫോർഡ് ആർസണൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ദാറ്റ് വാസ് സർപ്രൈസിങ് ആക്ച്വലി. കളി ജയിക്കുകയോ അല്ലെങ്കിൽ സമനിലയാവോ എന്നുള്ളതല്ല, ബട്ട് ബ്രെൻഫോർഡ് ഫൗണ്ട് ഇറ്റ് വെരി ഈസി. അവര് 8th 9th ഉള്ള ടീമാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു മാനേജർ സെറ്റ് പീസ് കോച്ച് ആയിരുന്നല്ലോ ഇതിനു മുന്നേ. ഈ ഒരു സീസണിലാണല്ലോ മാനേജർ എന്നുള്ള റോള് വരുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരാള് മാനേജ് ചെയ്യുന്ന ഒരു ടീമാണെന്നുള്ള ഫീലിംഗ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഇങ്ങനെ ഉഷാറായിട്ട് കളിക്കുക. എന്താ പറയാ, ഒരു ഗാഡിയോള അല്ലെങ്കിൽ ക്ലോപ്പ്, ആൻസലോട്ടി എങ്ങാനും
അവരെ മാനേജ് ചെയ്യുന്നു, അങ്ങനത്തെ ടീമിനെ ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു. സുഖമായിട്ട് എല്ലാവരും ബൈപ്പാസ് ചെയ്ത് പോകുന്നു. ഒരു ഡെക്ലൻ റൈസ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇറ്റ് ഫൗണ്ട് ഡിഫിക്കൾട്ട് ആ എൻറ്റയർ ഗെയിം. എല്ലാവർക്കും കൂടി ഒറ്റ കവർ ഡെക്ലൻ റൈസ്, അതായിരുന്നു ആസ്ലിന്റെ ആ ഗെയിം. പ്രഷർ ആണോ അല്ലെങ്കിൽ ഫെറ്റീഗ് ആണോ എന്നുള്ളത് കുഡ് ബി പ്രോബ്ലി 2-3 കളി കൂടി കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഈ ഒരു പോക്ക് പോവാണെങ്കിൽ ലാസ്റ്റ് സ്വയം കുഴി തോണ്ടു മിക്കവാറും. അപ്പം സത്യമാണ് കളി വന്നിട്ട് ബ്രെൻഫോർഡ് ആണ് ടേബിൾ ടോപ്പിൽ കളിക്കുന്ന ഒരു പ്ലെയർ ടീം എന്ന് പോലെ തോന്നി. കാരണം അവരായിരുന്നു ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത്. ഗോൾ അടിച്ചത് മദ്വയ്ക്കാണ്, അതാണ് അവരുടെ ഏറ്റവും എന്താ പറയാ ആകെയുള്ള ഷോട്ട് ഓൺ ടാർഗറ്റ്. ആ ഒരു ഗോള് മാത്രമാണ് മദ്വയ്ക്കന്റെ ഗോൾ. അത് തന്നെ മനസ്സിലാക്കും. നമുക്ക് സാക്ക കളിച്ചിട്ടില്ല, ഒഡേഗാർഡ് കളിച്ചിട്ടില്ല. ഒഡേഗാർഡ് നല്ല ചാൻസ് കിട്ടി, മിസ് ചെയ്തു, സ്കൈ ചെയ്തു. പിന്നെ സുബ്ലിമെന്റി കളിച്ചില്ല. വേറെ ആരും എടുത്തു പറയും, എടുത്തു പറയണെങ്കിൽ ആരും കളിച്ചില്ല മര്യാദ. അതില് എന്താ പറയാ, ഒരു പാനിക് അറ്റാക്ക്, നമ്മൾ പാനിക് ഡിഫെൻഡിങ് നമ്മൾ ചെയ്യുന്ന പോലെ അവരൊരു പാനിക് അറ്റാക്ക് ആയിരുന്നു. ലീവിങ് ലെഫ്റ്റ് ഫ്ലാഗും റൈറ്റ് ഫ്ലാഗും ഫ്രീ ആയിട്ട് വിട്ടു. അപ്പൊ ഇത് ഡാംസ്കാർഡ് ആവട്ടെ, ഹെൻഡർസൺ ആവട്ടെ, ആര് കിട്ടിയാലും അവര് ഈ ഫ്ലാങ്കിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഇഗോർത്തിയാകോ നമ്മൾ പറഞ്ഞേ പറ്റൂ. ആളുകൾക്ക് 1-on-1 എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബോൾ എടുക്കുന്നുണ്ട്. ടാർഗറ്റാണ് അവരുടെ ടാർഗറ്റ് മാൻ അതാണ്. അവന് പാസ് ചെയ്താൽ അവൻ എങ്ങനെയെങ്കിലും ബോൾ എടുക്കും, പൊസിഷൻ നമുക്ക് കിട്ടുന്നുള്ള രീതിയാണ്. പക്ഷെ എല്ലാ പാസും ആൾ എടുത്തിട്ടുണ്ട്. മൊസ്കെറ ആവട്ടെ, ഗബ്രിയേൽ ആവട്ടെ, എല്ലാത്തിനും ഇടിച്ച് കലക്കി. അമ്മാതിരി നമ്പർ 9ന്റെ ഗെയിം, അതായത് നമ്മൾ ഓൾഡ് ഫാഷൻ നമ്പർ 9 ഒക്കെ പറയില്ലേ, അമ്മാതിരി കളിയായിരുന്നു. എത്ര പേര് വേണമെങ്കിൽ വരട്ടെ, ഞാൻ പിടിച്ചു നിർത്തും എന്നുള്ള രീതിയിൽ കളിക്കായിരുന്നു. സോ ആളുടെ കളി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഫോർമർ ഗോൾ കീപ്പർ കെലഹറുടെ 2-3 സേവ് അടിപൊളിയായിരുന്നു. മറ്റേ ഗോൾ അടിച്ച മദ്വയ്ക്കയുടെ ഗോൾ അറ്റംപ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇനീഷ്യൽ മൂവ്മെന്റ് സ്ലിപ്പായതാണ്. എങ്കിൽ ആ ഹെഡർ ഒന്നും പവറില്ല, ആള് സിമ്പിൾ ആയിട്ട് സേവ് ചെയ്യും. പക്ഷെ അർസനലിന്റെ ഡേ അതായതുകൊണ്ട് ആള് സ്ലിപ്പായി വീണു, അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ ഗോള് നല്ല ഗോളായിരുന്നു, നല്ലൊരു ഹെഡറായിരുന്നു. സോ അത് പറയണം. വാൻഡൻബർഗിന്റെ അസിസ്റ്റ്, നമ്മളൊരു പഴയൊരു ഡിഫൻഡർ ആണ്, നമ്മൾ സെൻഡ് ചെയ്ത ഒരു ഡിഫൻഡർ ആണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മടുവയ്ക്കാണ് ഇപ്പൊ എന്തെങ്കിലും ത്രെറ്റ്, അപ്പൊ സാക്ക തിരിച്ചു വരുന്നുണ്ട്. സാക്ക വന്നു കഴിയുമ്പോ മടുവയ്ക്ക അങ്ങനെ കളിച്ചാൽ മടുവയ്ക്ക പുറത്താവും. അങ്ങനെയൊക്കെ നോക്കുമ്പോ അപ്പുറത്തെ സിറ്റിയുടെ അവസ്ഥ എന്താ? സിറ്റിയുടെ മാച്ച് കിട്ടിയിരുന്നോ? സിറ്റി എന്താണ് അവസ്ഥ? ഒരു സമയത്തൊക്കെ ആയിരുന്നു ഏകദേശം നമ്മുടെ സിറ്റി ഗെയിം കുറച്ചുകൂടി കൺട്രോൾഡ് ആയിരുന്നു അവർക്ക്. 70യുടെ ഫസ്റ്റ് ഗോള് തന്നെ അവർക്ക് കുറച്ചൊരു ഹെൽപ്പ് ആയിരുന്നു. കാരണം അവര് ലീഡ് കിട്ടി, കുറച്ചൊരു സമാധാനം എന്നുള്ളതായിരുന്നു. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ഗെയിം ആയിരുന്നു. അടുപ്പിച്ച് 2 ഗോള് കിട്ടി അവർക്ക്. ഫസ്റ്റ് ഹാഫ് 30 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോളും വന്നിരുന്നല്ലോ. അതോടെ ഒന്ന് പിടിച്ചു നിന്ന് പിന്നെ പഴയ സിറ്റിനെ പോലെ തന്നെ ആയിരുന്നു. അധികം ചാൻസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ലെറ്റ്സ് കൺട്രോൾ ദ ഗെയിം, സീ ഔട്ട് ദ ഗെയിം എന്നുള്ള ഫീല്. ആ ഒരു ഇതിലേക്ക് അവർ ബേസിക്കലി ഇനി അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് ഗിവ് അവേ പോയിന്റ്സ്, റൈറ്റ്? ഒരു 1-2 ഗോളിന്റെ ലീഡ് കിട്ടി, ഇനി നമുക്ക് നോക്കാം, കൺട്രോൾ ചെയ്യാം, ഫുള്ള് കൺട്രോൾ ചെയ്യാം. 3 പോയിന്റ്സ് ആണ് വേണ്ടത്, 4-5 ഗോൾ അടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഫീലിൽ അവരെങ്ങനെ പോകുന്നുണ്ട്. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് സിറ്റിയുടെ അവർക്ക് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റി. ഹാലൻഡിനൊന്നും റെസ്റ്റ് ഇല്ലാണ്ട് വരുമായിരുന്നു. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ തന്നെ ഹാലൻഡിനെ സബ് ചെയ്യാൻ പറ്റി. അവർക്ക് ഇനി മിഡ് വീക്കില് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാളിഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പ്ലേ ഓഫ് ഒക്കെ, FA കപ്പ് ഒക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ബിസി പീരീഡ് ആണ് വരാൻ പോകുന്നത്. പക്ഷെ സിറ്റി അത് മാനേജ് ചെയ്യ, പ്ലേയേഴ്സിന്റെ മിനിറ്റ്സും മാനേജ് ചെയ്യുന്നുണ്ട്. എനിവേ, സിറ്റി ടൈറ്റിൽ അടിക്കുമോ, ആർസണൽ ടൈറ്റിൽ അടിക്കുമോ? ഒറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പ് 4 ബാറ്റിലേക്ക് പോവാം. പറഞ്ഞോ. അല്ല, എനിക്ക് അതാണ് പറയാനുള്ളത്. നമ്മള് സാധാരണ ആർസണൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കും. ഇതിപ്പോ ആരും ഒരു ചാൻസ് ക്രിയേഷൻ അങ്ങനെ ഇല്ല. നമ്മളിപ്പോ പാസ് ഇട്ട് സല ആൻഡ് ഇൻഷാല്ല എന്നൊക്കെ പറയുന്ന പോലെ ഡെക്ലൻ റൈസിന് കൊടുക്കുക, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ സെറ്റ് പീസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, അങ്ങനെ ഗോൾ അടിക്കും. ഇപ്പൊ സെറ്റ് പീസ് മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന്റെ അടുത്ത് ഗോൾ അടിക്കാനും പറ്റണമെന്നില്ല. ഈ ആർസണൽ എന്ത് ചെയ്യുന്നോ അത് ബ്രെൻഫോർഡ് അങ്ങോട്ട് ചെയ്തു. അപ്പോ ഇമാതിരി ഐഡന്റിറ്റി ഇല്ലാതെ ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും കിട്ടില്ല.
പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ട, നമ്മള് തോറ്റു നിൽക്കുന്ന സമയത്ത് കുറച്ച് ആർസണൽ ഫാൻസ് നമ്മുടെ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്നവരൊന്നും ഇപ്പൊ കാണുന്നില്ല. അവന്മാര് പേടിച്ചോ എന്നറിയില്ല. ഞാൻ അവരോട് ചോദിക്കണം. അവര് എന്തായാലും കമന്റ് ചെയ്യണതില് ജയിക്കോ ഇല്ലയോന്ന് അവര് കാണാറില്ല. ഞാൻ സാധാരണ ഇത് ഓപ്പൺ ചെയ്താൽ അവര് വല്ല കമന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സാധാരണ നോക്കാറുണ്ട്. ബിക്കോസ് സ്ഥിരമായിട്ട് നമ്മുടെ ഷോ കണ്ട് കമന്റ് ചെയ്യുന്നവരാണ്. സോ അവരുടെ കമന്റ്സ് ഇപ്പോഴായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അവരും പേടിച്ചോന്ന് അറിയില്ല, നോക്കാം. അർസനൽ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ സിറ്റി എന്തായാലും പ്രഷർ പൈലപ്പ് ചെയ്യും. സോ ബുദ്ധിമുട്ടാണ്. ട്രൈ ടു പ്ലേ സം ഗുഡ് ഫുട്ബോൾ. ഇങ്ങനെയാണെങ്കിൽ സിറ്റി തന്നെയാണ്. അർസനൽ എന്തായാലും ബോട്ടിൽ ചെയ്യും. മേ ബി വോൾസിന്റെ കൂടെ വരെ ഡ്രോ പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പാനിക് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ. അതന്നെ, സിറ്റി ജയിക്കുമായിരിക്കും. ഞാൻ കുറച്ചു കാലം മുന്നേ നമ്മളെ പ്രഡിക്ഷനിലും ഫൈനൽ പ്രഡിക്ഷനിലും പറഞ്ഞിരുന്നു സിറ്റി ജയിക്കുമായിരിക്കും. കാരണം ആർസണലിന്റെ സിറ്റുവേഷൻ വെച്ചാൽ ഇത്രയും കാലം അവർക്ക് പ്രഷർ ഇല്ലായിരുന്നു. പ്രഷർ വരുന്നു എന്ന് കാണുന്ന ആ ഒരു മൊമെന്റിൽ അവർക്ക് ഇത് ബോട്ടിൽ ചെയ്യുന്നുണ്ട്. ആകെ കൂടുതൽ ഇതെന്ന് വെച്ചാൽ വിൽ സിറ്റി ഗോ ഓൺ എ 14-13 ഗെയിം റൺ വിൻ അവർ പണ്ട് ചെയ്യുമായിരുന്നു. ഈ ഒരു സിറ്റി ടീം അത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആർസണൽ 13 ഗെയിം വിൻ പോകുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോ ഇല്ല. പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ട്, ഈ വൂൾസ് ഗെയിം ഇസ് കമ്മിങ് അറ്റ് എ ഗ്രേറ്റ് ടൈം. കാരണം ഇത് ജയിച്ചാൽ ഒരു കളി എക്സ്ട്രാ കളിച്ചാൽ പോലും ഒരു 7 point ലീഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുൾ പ്രഷർ വേണ്ട. ഓക്കെ, ഒന്ന് നമ്മുടെ സമാധാനത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് പീസ് എടുക്കാം എന്നാണ് വരും. പക്ഷെ ഗെയിം ഡ്രോപ്പ് ചെയ്താൽ നല്ല പ്രഷർ വരും. പക്ഷെ അതാണ് ഒരു സൈക്കോളജിക്കൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും അത് ജയിക്കുകയാണെങ്കിൽ. പക്ഷെ അതിന് സാധ്യത കുറവാന്ന് തോന്നുന്നു. ഇപ്പൊ FPL തന്നെ എത്ര പേരാന്നറിയോ ഗബ്രിയലിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കിയിട്ട് മൂഞ്ചിരിക്കുന്ന ഈ ഗെയിമിക്ക്. റൈസിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കിയ ഫാൻസ് ഉണ്ട്, റയെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കിയ ഫാൻസ് ഉണ്ട്. പക്ഷെ ഒക്കെ എല്ലാ ആർസണൽ ഡിഫൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തവരൊക്കെ പണി കിട്ടിയേക്കുക, ഈ ഇൻക്ലൂഡിങ് ആർട്ടറ്റ. എനിവേ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. ബുൾസ് മാച്ച് അത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് FA കപ്പ് മാച്ചുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത മെയിൻ സ്ഥാനത്തിലേക്ക് കിടക്കാം. ടോപ്പ് ഫോറിൽ ഇപ്പൊ എന്താ അവസ്ഥ? അപ്പോ യുണൈറ്റഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, ചെൽസി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, നമ്മൾ ജയിച്ചു, ആസ്റ്റൺ വില്ല ജയിച്ചു, അവര് കുറച്ചുകൂടി മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ ഇവിടെയുള്ള ടീംസ് ആർക്ക് വേണമെങ്കിലും ടോപ്പ് 4 ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്കാണ്, ടോപ്പ് 4ലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയാണ്. നമ്മുടെ ചാൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് വിന്നായിരുന്നു. എന്താണ് ഫീൽ ചെയ്യണത്? ടോപ്പ് 4 ബാറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചെൽസി യുണൈറ്റഡ് രണ്ട് പുതിയ മാനേജറിന്റെ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. അടുപ്പിച്ച് 4 കളിക്ക് ജയിച്ചു. 2 ടീമും നല്ല സുഖമായിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ക്യാൻ ദേ മാനേജ് വെൻ ടീം സ്റ്റാർട്ട് നോയിങ് യുവർ ഗെയിം? മൈക്കൽ കാരിക്കിനായാലും വളരെ സിമ്പിൾ ഗെയിമാണ്. പക്ഷെ അത് ഗെയിമാണ് എന്ന് മനസ്സിലാക്കി വരാനുള്ള 4 കളി 5 കളി റൈറ്റ്. അതുപോലെ തന്നെയായിരുന്നു ചെൽസിൻ്റെതും. പുതിയൊരു മാനേജർ വന്നു, എന്താണ് ഇങ്ങനെയാണ് കളിക്കുന്നത് അവർ നോക്കി, ഓക്കെ ഇതാണ് ഗെയിം. അത് കഴിഞ്ഞിട്ട് വൺസ് പീപ്പിൾ സ്റ്റാർട്ട് ഫിഗറിങ് ഔട്ട്, ഓക്കെ ഇതാണ് ഇവരെ ഗെയിം പ്ലാൻ, ഇനി കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, അത് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ സോക്കപ്പ് ചെയ്യാനുള്ളത് മാനേജേഴ്സിന് ഉണ്ടോ ഇല്ലയോ എന്നത് മിക്കവാറും അടുത്ത ഒരു 10 കളിയിലാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി തുടങ്ങും. അതിനൊരു സൈൻ തന്നെയായിരുന്നു ചെൽസി വാസ് കംഫർട്ടബിളി ലീഡിങ് 2-0. ലീഡ്സിന് കാര്യമായിട്ട് എവിടെയും ഉണ്ടായിരുന്നില്ല ഇൻ ദ പിക്ചർ. പക്ഷെ അവര് ഒരു ഗോൾ അടിച്ചു, അത് ലീഡ്സിന് കോൺഫിഡൻസും കൊടുത്ത്. അതേസമയം ചെൽസി കംപ്ലീറ്റ്ലി അവിടെ നിന്ന് മെന്റലി ഡൗൺ ആയ ഒരവസ്ഥയായിരുന്നു. ഹൈ ചാൻസ് ദേ വിൽ ഡ്രോപ്പ് പോയിന്റ്സ് അഗൈൻ. അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ചെൽസി ആയാലും യുണൈറ്റഡ് ആയാലും അവരുടെ ഡിഫൻസിന്റെ ഇഷ്യൂസ് പുറത്ത് വന്നു തുടങ്ങി എന്ന് തോന്നുന്നു. പുതിയ മാനേജേഴ്സ് ആണ് രണ്ടുപേരും നല്ല അറ്റാക്കിങ്ങില് അവര് അത് വെച്ചിട്ട് അറ്റാക്കിംഗ് പവർ വെച്ചിട്ട് കുറച്ച് കളികളിൽ ജയിച്ചു. പക്ഷെ ഡിഫൻസിന്റെ പ്രശ്നം കാരണം അതാണോ അവര് ഈ ടോപ്പ് 4 ബാറ്റിൽ കുറച്ചുകൂടി അവർക്ക് പ്രശ്നമായി വരാൻ പോകുന്നത്? അതാണോ? എന്താണ് ഗണേശൻ ഫീൽ ചെയ്യണേ? ഈ നമ്മുടെ ക്ലോപ്പ് മാനേജ് ചെയ്യുന്ന സമയത്ത് ക്ലോപ്പിന്റെ സ്റ്റൈൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. സോ ആ ഒരു സ്റ്റൈല് മനസ്സിലാക്കിയിട്ട് വീക്ക്നെസ്സിൽ നോക്കി കളിക്കുന്ന ഒരു
സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്ലോപ്പ് ഇസ് പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ രീതി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെൽസിയുടെ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ പ്ലേയിങ് സ്റ്റൈല് നോക്കി ഇതിപ്പോ എന്താ പറയാ അൺനോയിങ്ലി വന്ന് പെട്ടതാണ്. ആ ഒരു എന്താ പറയാ ഒരു ടാക്ടിക്സ് അത്രയും നേരം ലീഡ്സ് ആ ഗെയിമിൽ കാണിച്ചിട്ടില്ല. അറിയാതെ വന്ന് പെട്ടു, പെനാൾട്ടി കിട്ടി, പിന്നെ ആ സെന്റർ ഓപ്പൺ ആയി തുടങ്ങി. ഒരു വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നി. സെന്റർ വഴി ആൾക്കാർ കയറി തുടങ്ങി. സോ ഇപ്പോ ഒരു പ്രാവശ്യം മനസ്സിലാക്കി എവിടെയാണ് വീക്ക്നെസ് എന്ന്. അപ്പൊ അതിൽ കൂടെ തന്നെ അവര് തിരിച്ചും മറിച്ചും സെയിം വേ തന്നെ സെയിം പാറ്റേണിൽ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. ഗോൾസ് ആ സെക്കൻഡ് ഗോൾ ഈക്വലൈസർ അവോയ്ഡബിൾ ആയിരുന്നു. ആരെങ്കിലും ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ മതിയായിരുന്നു. പിന്നെ നമ്മുടെ ആളുണ്ടല്ലോ ഗോൾ കീപ്പർ അലമ്പാക്കിയ ആള് അത് പെനാൽറ്റി വരെ വിളിച്ചാണ്. അത് ഗോൾ അടിച്ചപ്പോ അഡ്വാൻറ്റേജ് കൊടുത്തു എന്ന് മാത്രം റഫറി പെനാൽറ്റി വിളിച്ചു. ആള് ഫൗൾ 3-4 പ്ലെയറിന് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആരും ഒന്നും ചെയ്തില്ല. അതെ, കൈസീഡോ ആദ്യം എടുത്തു, പക്ഷെ ലീഡ്സിന്റെ പ്ലെയറുടെ മേലെ കൊണ്ട് തന്നെ അത് അങ്ങോട്ട് പോയി. ഇപ്പൊ സാഞ്ചസിന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ആവശ്യമില്ലാതെ വന്നു. അത് ഗോളായില്ലെങ്കിലും ആള് പെനാൽറ്റി വിളിച്ചതാണ് കേട്ടോ. അപ്പൊ പിന്നെ ഗോൾ അടിച്ചു എന്ന് മാത്രം. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 4 ബാറ്റില് ക്രൂഷ്യലാണ്. ആസ്റ്റൺ വില്ല ജയിക്കുന്നു. 8 പോയിന്റ് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ആസ്റ്റൺ വില്ലയുടെ കൂടെ. പിന്നെ ബാക്കിയുള്ളവർക്ക് 2ഉം 3ഉം ആണ്, 44-45. പിന്നെ ബ്രെൻഫോർഡിനെ പറയേണ്ടതുണ്ട്, 40 പോയിന്റ് ആയിട്ട് അവർ പുറകിലുണ്ട്. നമുക്കാണെങ്കിൽ ആസ്റ്റൺ വില്ല വരെ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ നല്ലൊരു ഗെയിം സ്റ്റൈൽ വെച്ച് കളിക്കുകയാണെങ്കിൽ 8 പോയിന്റ് എന്നുള്ളത് വലിയൊരു ഡിഫറൻസ് അല്ല മര്യാദയ്ക്ക് കളിക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ മറ്റേ യുണൈറ്റഡ് ആൻഡ് ചെൽസിനെ പിടിക്കാനുള്ള സാധ്യത എന്തായാലും കൂടുന്നുണ്ട്. അപ്പോ നമ്മുടെ ചാൻസ് ബ്രെൻഫോർഡിന്റെ കാര്യം കൂടി പറയുമെന്നാണ് ഞാൻ നോക്കിയത്. അതെ, ബ്രെൻഫോർഡും ആ ഒരു ഇതിൽ നിൽക്കുകയാണ്, ആ ഒരു ചാൻസ് ആയിട്ട്. കീത്ത് ആൻഡ്രൂസ് പുതിയ മാനേജറാണ്, അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതാണ് തോമസ് ഫ്രാങ്ക് അങ്ങനെ നിന്നിട്ടാണ് ഒരു വലിയ ക്ലബിൽ പോയിട്ട് ഫെയിലിയർ ആയത്. എനിവേ, അപ്പോ നമ്മുടെ പ്രീമിയർ ലീഗിലെ ചാൻസസിന്റെ ടോപ്പ് 4 ചാൻസസ് പറഞ്ഞു. നമ്മള് വേറെ 2 കോമ്പറ്റീഷനിലും കൂടി ഉണ്ട് ഇപ്പോ. അതിലും നമ്മുടെ ചാൻസസ് എന്താന്നുള്ളത് അതും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്താന്നുള്ളത്. കാരണം FA കപ്പും ചാമ്പ്യൻസ് ലീഗും അതിലാണ് നമ്മൾ പിന്നെയുള്ളത്. FA കപ്പ് ആണ് വരുന്നത് ഈ വീക്കെൻഡില്. FA കപ്പില് നമ്മൾ നല്ല ഒരു ഷോ കാണിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്ലേയേഴ്സും ടയേർഡായി നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാ പ്ലേയേഴ്സും ഒരുപാട് കളികള് സെയിം ലൈനപ്പ് ഏകദേശം വെച്ച് കളിച്ച് എല്ലാവരും ടയേർഡാണ്. സ്ലോട്ട് പ്രസ് കോൺഫറൻസിൽ ചില ഹിൻസ് നൽകി, ചില പ്ലേയേഴ്സ് എന്നെ റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ പ്രസ് കോൺഫറൻസ് പറഞ്ഞ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ന്യൂനിയും അതുപോലെ റിയോയും കളിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ശ്രുതി അതിൽ കേട്ടു. എനിക്കറിയില്ല എന്താണ് ഫീൽ ചെയ്യണം. നമ്മുടെ FA കപ്പിലെ ചാൻസസ് ഈ ബ്രൈറ്റൺ ആയിട്ടുള്ളതാണ് മാച്ച് നമ്മുടെ വരാൻ പോകുന്നത്. ബ്രൈറ്റൺ ഇത്തിരി താഴേക്ക് പോയി നിൽക്കുന്ന അവസ്ഥയാണ്. അവര് ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന സമയം. പാസ്കൽ ഗ്രോസ് വന്ന സമയത്ത് 1-2 കളി നന്നായിട്ട് കളിച്ചെങ്കിൽ ഇപ്പോ കുറെ യങ് പ്ലേയേഴ്സ് ഒക്കെ കളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളും യങ് പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുവോ, എന്താണ് നമ്മുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? നമുക്ക് അത് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മാച്ച് പിന്നെ അടുത്ത വീക്കെൻഡേ വരുന്നുള്ളൂ. നമുക്ക് മിഡ് വീക്ക് ഫ്രീ ആണ്. പക്ഷെ എന്തായിരിക്കും FA കപ്പിൽ നമ്മുടെ ഈ ബ്രൈറ്റൺ മാച്ചിന്റെ സാധ്യത എന്തായിരിക്കും? നമ്മുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? ഗാക്പോ വീണ്ടും കളിക്കുവോ? മൊത്തത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈനപ്പ്? റൈറ്റ് ബാക്ക് ആര് കളിക്കും? ഇതൊക്കെയാണ് വലിയ ക്വസ്റ്റ്യൻസ്. കുറെ ചേഞ്ചസിന് ചാൻസ് ഉണ്ട്. സോബോസിലേക്ക് കളിക്കും, കാരണം മിഡ് വീക്ക് റെസ്റ്റ് കിട്ടി. നമുക്ക് ഇനി അടുത്ത മിഡ് വീക്ക് ഗെയിമും ഇല്ല. സോ ബേസിക്കലി കഴിഞ്ഞ വീക്കെൻഡ് ഈ വീക്കെൻഡ് അടുത്ത വീക്കെൻഡ് എന്നുള്ളതാണ്. സോ സോബോസിലേക്ക് കളിക്കാൻ ചാൻസ് ഉണ്ട്. ജോൺസ് കുറെ കാലം സ്റ്റാർട്ട് ചെയ്യാൻ ജോൺസ് കളിക്കും. റിയോ കളിക്കാൻ ചാൻസ് ഉണ്ട്. റോബർട്ട്സൺ ആയിരിക്കും മിക്കവാറും എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഈ ഗെയിമും കൂടി കഴിഞ്ഞാൽ പിന്നെ 1 വീക്ക് റെസ്റ്റ് ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി റോബർട്ട്സൺ കൂടി കളിക്കുമായിരിക്കും. പിന്നെ റൈറ്റ് ബാക്ക് ഇസ് ആക്ച്വലി ക്യൂരിയസ് വൺ. ആര് കളിക്കും എന്നുള്ളത്. റാംസ്തി ഒരു ഓപ്ഷൻ ആണ്, കളിപ്പിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ബട്ട് റാംസി ഒരു ഓപ്ഷൻ ആണ്. ഈ സമയത്ത് ഗോമസ് ഇഞ്ചുറി വന്നിട്ടേ ഉള്ളൂ. വെറുതെ ഒരു 90 മിനിറ്റ്സ് കളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. മേ ബി ഒരു 45 മിനിറ്റ്സ് ഒന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് രണ്ടിൽ ഏതെങ്കിലും ഒരു 45 മിനിറ്റ് കളിപ്പിക്കുക.
ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രോബബ്ലി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. കൊണാറ്റയും വാൻ ഡൈക്ക് വിൽ സ്റ്റാർട്ട്, എന്നിട്ട് ഏതെങ്കിലും ഒരാൾ 45 മിനിറ്റ് കഴിയുമ്പോൾ വലിച്ചിട്ട് ഗോമസ് മൈറ്റ് കം. അങ്ങനെ ആണെങ്കിൽ ഒന്നെങ്കിൽ റാംസി സ്റ്റാർട്ട്സ് അറ്റ് RB, അല്ലെങ്കിൽ സൊബോസ്ലൈ സ്റ്റാർട്ട്സ് അറ്റ് RB. ബാക്കി ടീമിന് ബാക്കി ചാൻസിന് ഗാക്പോ കളിക്കുമായിരിക്കും. കാരണം ഗാക്പോ എല്ലാ കളിയിലും സബായിട്ട് പോകുന്നുണ്ട്. സോ ഗാക്പോ കളിക്കുമായിരിക്കും. മേ ബി എക്കിറ്റിക്ക് പകരം ഒന്നെങ്കിൽ റിയോ അല്ലെങ്കിൽ കിയേസ സ്റ്റാർട്ട്സ്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്കിറ്റിക്ക് കംസ് ഇൻ സെക്കൻഡ് ഹാഫ്. ഏകദേശം പറയാൻ എനിക്ക് ഗാക്പോ പ്ലേസ് വെൽ അഗൈൻസ്റ്റ് ബ്രൈറ്റൺ. പൊതുവെ ബ്രൈറ്റനെതിരെ നന്നായിട്ട് കളിക്കും. സോ ആ ഒരു രീതി വെച്ച് ബ്രൈറ്റനെതിരെ ആളെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അബിൻ പറഞ്ഞ പോലെ കിറ്റിക്ക് ഒരുപാട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ആളവിടെ വീഴും. സോ ബെറ്റർ ടു സ്റ്റാർട്ട് കിയേസ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. സാല ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്സ്, വേർഡ്സ് ഉണ്ടാവും. പിന്നെ ജോൺസ് ആവട്ടെ, സബോസലെ ആവട്ടെ. പിന്നെ റാംസെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റാംസെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ സെന്റർ ബാക്കിൽ ആരെങ്കിലും ഒരാളെ സബ് ചെയ്തിട്ട് തോമസിന് കൊണ്ടുവരാം. അതാണ് ബെറ്റർ ഓപ്ഷൻസ്. പിന്നെ ഗോൾ കീപ്പർ അത് പറയുന്നുണ്ട്, ചിലപ്പോൾ മാമി ആയിരിക്കും കീപ്പർ. അലിസൺ കുറെ ആയിട്ട് ഗോൾ കീപ്പർ ചേഞ്ച് ആവാൻ സാധ്യത. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. മറ്റേ മേ ബി ബെഞ്ചിൽ പോവായിരിക്കും. ഗ്രാവൻബർച്ച്, വേർഡ്സ്, ജോൺസ്, ആ കോമ്പിനേഷൻ അങ്ങനെയാണ് സാധ്യത ഉള്ളത്. പിന്നെ സ്ലോട്ടിന്റെ മുമ്പത്തെ കോൺഫറൻസ് വെച്ച് ബെഞ്ചിലുള്ള ആൾക്കാരൊക്കെ നല്ല പ്ലെയർ ആണ്, അവരെ ഇറക്കി കഴിഞ്ഞാൽ റിസൾട്ട് മര്യാദയ്ക്ക് കിട്ടും എന്ന് പറയാനൊന്നും പറ്റില്ല. ഐ ഡിസൈഡ് ദ ടീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാംസെനെ ഇറക്കാൻ എനിക്ക് വലിയ ഹോപ്പില്ല. റാംസെനെ ഇറക്കുമെന്ന്. പക്ഷെ ഇറക്കിയാൽ അതിനുള്ള ഗുണം ഉണ്ടാവും. അത് നന്നായിട്ട് കളിക്കും. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 2 കോമ്പറ്റീഷനിലാണല്ലോ നമുക്ക് ചാൻസ് ഉള്ളത്. അത് കാരണം സ്ട്രോങ് ടീം ഫസ്റ്റ് ലൈനപ്പ് ഇറക്കിയിട്ട്, ഫസ്റ്റ് 11 ഇറക്കിയിട്ട് നല്ല ലീഡ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ന്യോനിയായാലും റിയോ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞെങ്കിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തു വരില്ല. പറഞ്ഞ പോലെ സബായിട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പറഞ്ഞ പോലെ ഗോമസ് റൈറ്റ് ബാക്ക് കളിച്ചിട്ട് ചിലപ്പോൾ സബോസ്ലൈ സെന്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ വരും. അങ്ങനെ സ്ട്രോങ് ലൈനപ്പ് ഇറക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. എന്തായാലും മാമയായിരിക്കും. മാമ ഓഫ് കോഴ്സ് FA കപ്പില് കപ്പ് ഗെയിംസ് മാമയ്ക്ക് വിട്ടുകൊടുത്തേക്കായിരിക്കും. അതെന്തായാലും അത് സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ്. മാമ കളിച്ചാൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എന്നാലും മാമ നന്നായിട്ട് കളിക്കാം. അപ്പൊ അതായിരിക്കും ലൈനപ്പ് എന്ന് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നമ്മുടെ മാച്ച് കഴിഞ്ഞ ബാക്കിയുള്ള ഫിക്സ്റ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ വലിയ ഫിക്സ്റ്റേഴ്സ് ഒന്നും കാണാനില്ല. ഒറ്റ ഫിക്സ്റ്ററാണ് എടുത്തു നിൽക്കുന്നത്, ആസ്റ്റൺ വില്ല വേഴ്സസ് സിറ്റി. ആ ഒരു ഫിക്സ്റ്ററാണ്. ന്യൂകാസിലാണല്ലേ? ന്യൂകാസിൽ ആ ഒരു ഫിക്സ്ചർ മാത്രം ഒരു ഇമ്പോർട്ടന്റ് ഫിക്സ്ചറേ ഉള്ളൂ. അതെ, ന്യൂകാസിലാണ്. ന്യൂകാസിൽ വില്ല വേഴ്സസ് ന്യൂകാസിൽ ഫിക്സ്ചർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ഫിക്സ്ചർ. ഈ സിറ്റിക്ക് ചെറിയ ടീമായിട്ടാണ് കളി അല്ലെ? എപ്പോഴും ഫിക്സ്ചേഴ്സിൽ ഒരു ഹെൽപ്പ് കിട്ടുന്ന സാൽഫോർഡ് സിറ്റി ആയിട്ടാണ് കളി. സിറ്റി വേഴ്സസ് സിറ്റി, 2 സിറ്റികൾ തമ്മിലുള്ള കളിയാണ്. അതെ, ന്യൂകാസിൽ മാച്ചിൽ ഇപ്പോ നമ്മുടെ എഡിഹോവിന്റെ കാര്യം പറഞ്ഞു. എഡിഹോവിന് എന്തായാലും നല്ല പ്രഷറിൽ നിൽക്കുന്ന സമയം, അങ്ങനെയുള്ള സമയത്താണ് വില്ലയായിട്ടുള്ള മാച്ച് വരുന്നത്. അത് കപ്പ് മാച്ചും കൂടിയും അതില് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതായിരിക്കും. എന്താണ് ഫീൽ ചെയ്യണം? ആ മാച്ച് എന്താ സംഭവിക്കുക? വില്ല ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വില്ല ഈവൻ സ്ക്വാഡ് ഒന്ന് ലിമിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ഫീൽ ചെയ്യണത് ആ മാച്ച്? കാരണം ആസ് ഓഫ് നൗ ലിവർപൂൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്ട് 10 ഗെയിംസ് എന്നുള്ളത് മാറ്റി എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കൂല. കാരണം അവർക്ക് വേണ്ട എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഇതിപ്പോ 10 ഗെയിംസ് മാറ്റി 20 ഗെയിംസ് ആക്കിയാൽ then probably he will play, else he won't play. അത് എംറി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓൾറെഡി ഇനി ബാക്കിയുള്ള ഫിക്സ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ബാക്കിയുള്ള ഇൻട്രസ്റ്റിംഗ് ഫിക്സ്റ്റേഴ്സ് എല്ലാരും ഈ ചാമ്പ്യൻഷിപ്പും PL2 PL3 അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. ഇപ്പൊ
ആർസണലാവട്ടെ വിഗന്റെ കൂടെ കളിക്കുന്ന ബ്രെൻഫോർഡ്, അതെ 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 സണ്ടർലാൻഡ്, ഓക്സ്ഫോർഡ്, അങ്ങനെ കുറെ ചെറിയ ചെറിയ അതന്നെ ടീമായിട്ട് അതന്നെ അതന്നെ. ഇനി അടുത്ത റൗണ്ടിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് വരുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ പ്രഡിക്ഷൻ പറഞ്ഞില്ല. ഫിക്സ്ചർ വന്നത് അതെ അതെ അതെ, നമ്മുടെ മാച്ചിന്റെ പ്രഡിക്ഷൻ പറഞ്ഞില്ല. എന്തായിരിക്കും ലിവർപൂൾ വേഴ്സസ് ബ്രൈറ്റൺ പ്രഡിക്ഷൻ? അത് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക നോക്കാം. ബാക്കിയുള്ളവർക്ക് കമന്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. 3-1 ലിവർപൂൾ. 3-1 ഓക്കെ. 2-0. 2-0 ഓക്കെ. ഞാൻ 3-0 സ്കോർ പറയണം. അപ്പൊ നോക്കാം, നമ്മളെല്ലാരും ജയിക്കുന്നു പറഞ്ഞു. നിങ്ങളെന്താ വിചാരിക്കണം? നമ്മുടെ FA കപ്പ് മാച്ച്, ബ്രൈറ്റൺ ആയിട്ടുള്ള മാച്ച്, നിങ്ങളുടെ സ്കോറും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമന്റ്സ് ഇടുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നമ്മുടെ പ്ലെയർ പെർഫോമൻസിന്റെ കാര്യം, ഏതെങ്കിലും പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത് കുറച്ചുകൂടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നമ്മളത് ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ കാണുന്നവർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ എല്ലാവർക്കും ബൈ. നമ്മൾ അടുത്ത മാച്ച് ജയിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.